നമസ്കാരം. പശ്ചിമേഷ്യയിൽ സംഘർഷം തുടരുകയാണ്. അമേരിക്കയും ഇസ്രായേലും സംയുക്തമായി ഇറാനിൽ നടത്തുന്ന ആക്രമണം അത് ശക്തമായി തന്നെ തുടരുന്നു. ഗൾഫ് മേഖലകളിൽ ഇറാന്റെ പ്രത്യാക്രമണവും തുടരുകയാണ്. ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രസ്താവന ഇറാന്റെ വിപ്ലവ സേനയുടെ ഭാഗത്തു നിന്നും വന്നിരിക്കുന്നത് മറ്റൊന്നുമല്ല, അത് ഇസ്രായേലിന് നേരെയുള്ള വലിയ ഭീഷണിയാണ്. ബെഞ്ചമിൻ നെതന്യാഹു, ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി, അയാൾ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഞങ്ങൾ അയാളെ പിന്തുടരുന്നത് തുടരും, അയാളെ പിന്തുടർന്ന് വധിക്കുക തന്നെ ചെയ്യും, ലോകത്തിൻ്റെ ഏത് കോണിൽ വെച്ചായാലും എന്നാണ് ഇറാൻ വിപ്ലവ സേന പ്രസ്താവന നടത്തിയിരിക്കുന്നത്. സത്യത്തിൽ ഇസ്രായേലിനെതിരെ ആക്രമണം നടത്തുന്നവരെ ലോകത്തിൻ്റെ ഏത് കോണിൽ വെച്ചും പിന്തുടർന്ന് കൊല്ലുമെന്നൊക്കെ പറയുന്നത് ഇസ്രായേലിൻ്റെ രഹസ്യാന്വേഷണ വിഭാഗമായ മൊസാദുമൊക്കെയാണ്. ഇപ്പോഴിതാ ഇറാൻ അത്തരത്തിലൊരു പ്രസ്താവന നടത്തിയിരിക്കുകയാണ്. ബെഞ്ചമിൻ നെതന്യാഹു ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾ കൊല്ലും എന്ന് തന്നെയാണ്. അതായത് ഇറാന്റെ സൈന്യം അവർ അത്യധികം കോപാകുലരാണ്, അവർ പ്രതികാര ദാഹത്തോടുകൂടി പ്രവർത്തിക്കുന്നു എന്നാണ് ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടത്. ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി, അതുപോലെ തന്നെ അമേരിക്കൻ പ്രസിഡന്റ്, ഇവർക്കൊക്കെ വലിയ സുരക്ഷയാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. കാരണം ഇറാന്റെ പരമോന്നത നേതാവായ അയത്തുള്ള ഖൊമൈനിയെ വകവരുത്തി ആദ്യ ദിവസം തന്നെ അയത്തുള്ള ഖൊമൈനിയുടെ പിൻഗാമിയായി പ്രഖ്യാപിച്ച ഖൊമൈനിയെയും ഇപ്പോൾ വലിയ ഗുരുതര പരിക്കുകളോടുകൂടി ചികിത്സയിലാണ് എന്നാണ് ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസികളടക്കം ഇപ്പോൾ പറയുന്നത്. അങ്ങനെ ഇറാന്റെ നേതൃത്വത്തെ ഒന്നാകെ തുടച്ചു നീക്കിയ ഇസ്രായേൽ പ്രധാനമന്ത്രിക്ക് എതിരെ പകരം വീട്ടും എന്നാണ് ഇസ്രായേൽ സേന ഇന്ന് പറഞ്ഞിരിക്കുന്നത്. അതിനു മുമ്പ് ഇസ്രായേൽ സേനയുടെ ഈ പ്രസ്താവന വരുന്നതിന് മുമ്പ് ബെഞ്ചമിൻ നെതന്യാഹു ജീവിച്ചിരിക്കുന്നില്ല, ഇസ്രായേലിൻ്റെ ആക്രമണത്തിൽ അദ്ദേഹം മരിച്ചുപോയി എന്നൊരു പ്രചരണം പരക്കെ നടന്നിരുന്നു. അല്ലെങ്കിൽ അത് തള്ളിക്കൊണ്ട് ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ ഓഫീസ് രംഗത്ത് വന്നിരുന്നു. ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ വീഡിയോ അടക്കം സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചിരുന്നു. എന്നാൽ ആ വീഡിയോ വ്യാജമാണെന്നും അത് AI നിർമ്മിതമാണെന്നും നെതന്യാഹുവിൻ്റെ കൈകളിൽ സംസാരിക്കുമ്പോൾ 6 വിരലുകൾ കാണാമെന്നും ഒക്കെയുള്ള തെളിവുകളും അത്തരത്തിലുള്ള സോഷ്യൽ മീഡിയ പ്രചരണങ്ങളും ഒക്കെ വന്നിരുന്നു. ആ ചിത്രങ്ങളും അതുപോലെ തന്നെ വീഡിയോകളും എല്ലാം മാനിപ്പുലേറ്റ് ചെയ്തതാണെന്നും യഥാർത്ഥ വീഡിയോയിൽ അങ്ങനെ 6 വിരലൊന്നും വരുന്നില്ല. പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു സുരക്ഷിതനാണ്, അദ്ദേഹത്തിന് യാതൊരു കുഴപ്പവുമില്ല, അദ്ദേഹം ഇസ്രായേലിൻ്റെ പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകുകയാണ് എന്ന് ഈ ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ ഓഫീസ് വീണ്ടും പ്രതികരിച്ചിരിക്കുകയാണ്. ഇറാൻ വിപ്ലവ സേനയുടെ ഈ ഭീഷണിയെ അവർ തള്ളിക്കളയുകയും ചെയ്യുന്നുണ്ട്. അത്രമാത്രം സുരക്ഷയാണ് ബെഞ്ചമിൻ നെതന്യാഹുവിനുള്ളത്. ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ വിമാനം അത് ഇസ്രായേലിൽ നിന്നും മറ്റൊരു രാജ്യത്തേക്ക് മാറ്റിയെന്ന റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു. ഇതെല്ലാം ഈ യുദ്ധവുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്ന പലതരത്തിലുള്ള വിവരങ്ങളാണ്. ഇത് സത്യമാണോ ഇല്ലയോ എന്നൊക്കെ ഒരുപക്ഷെ ഒട്ടനവധി ദിവസങ്ങൾ എടുത്തേക്കാം ഇതിൻ്റെ സത്യാവസ്ഥ പുറത്തു വരാൻ. പക്ഷേ എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഇറാൻ വലിയ രീതിയിൽ ഇപ്പോൾ ശബ്ദിച്ചു തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. അയത്തുള്ള ഖമേനിയുടെ വധത്തിന് ശേഷം ഇറാന്റെ പ്രത്യാക്രമണങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് എങ്കിലും ഇത്തരത്തിൽ ഔദ്യോഗികമായ ചില പ്രസ്താവനകൾ, ഭീഷണികൾ അതൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അവർ ഈ 4 വാട് മിസൈലുകൾ എറിയുന്നു എന്നല്ലാതെ മറ്റ് ഭീഷണികളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ അവർക്ക് ചില ലക്ഷ്യങ്ങൾ ഉണ്ടായിരിക്കുന്നു, അവർ ആ ലക്ഷ്യങ്ങൾ വിളിച്ചു പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരം നേതാക്കളുടെ സുരക്ഷ വർദ്ധിപ്പിക്കാൻ അതത് രാജ്യങ്ങൾ തീർച്ചയായും അത്തരം നടപടികളിലേക്ക് പോയിട്ടുണ്ട്. ഒരു കാര്യം ഉറപ്പാണ്, ഇറാനെ സംബന്ധിച്ചിടത്തോളം അവരുടെ നേതൃത്വം ഒന്നാകെ ഇപ്പോൾ ഇല്ലാതായിരിക്കുന്നു. ഇറാന്റെ എണ്ണപ്പാടങ്ങളടക്കം ഇനി ആക്രമിക്കും എന്നൊരു സന്ദേശം അല്ലെങ്കിൽ അങ്ങനെ ഒരു മുന്നറിയിപ്പ് അമേരിക്ക അടക്കം നൽകിയിരിക്കുന്നു. ഇറാന്റെ സൈനിക ശേഷിയിൽ വലിയ കുറവ് സംഭവിച്ചിരിക്കുന്നു, ഇറാന്റെ പ്രത്യാക്രമണ തോതിലും വലിയ കുറവ് സംഭവിച്ചിരിക്കുന്നു. പക്ഷേ ഇപ്പോഴും ഇറാൻ സൈന്യം ചില സൈനിക നീക്കങ്ങൾ നടത്തുന്നുണ്ട്, പ്രത്യാക്രമണം നടത്തുന്നുണ്ട്. ആ നീക്കങ്ങൾ അതായത് ഭരണ ചുമതല ഖമേനിയുടെ മകനും ഇപ്പോൾ ഏതാണ്ട് ഇല്ലാതായിരിക്കുന്നു. ഭരണ ചുമതല വഹിക്കുന്നതാകട്ടെ ഇറാന്റെ സൈന്യമാണ് എന്നുമാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. പശ്ചിമേഷ്യൻ സംഘർഷത്തിൻ്റെ ഏറ്റവും അവസാനത്തെ രൂപം അതാണ്. എന്തായാലും 5 ആഴ്ചകൾ ഇതിന് വേണ്ടി വരും. ഈ യുദ്ധം അവസാനിക്കാൻ 4 മുതൽ 5 ആഴ്ച വരെ എടുത്തേക്കാം എന്ന് നേരത്തെ തന്നെ അമേരിക്ക കണക്ക് കൂട്ടിയിരുന്നതുമാണ്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.